ലൈംഗിക അതിക്രമ കേസിൽ ആലപ്പുഴ പുന്നപ്ര ശാന്തി ഭവൻ ഉടമ ബ്രദർ മാത്യു ആൽബിൻ അറസ്റ്റിൽ. സ്ഥാപനത്തിലെ ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, പറയാം. അരുണ്യ, കഴിഞ്ഞ ദിവസമാണ് ഈ മാത്യു ആൽവിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണവുമായി ഈ സ്ഥാപനത്തിൽ, അതായത് പുന്നപ്ര ശാന്തി ഭവനിലെ ജീവനക്കാർ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പരാതിപ്പെടുകയും ചെയ്ത സാഹചര്യം. ഇവർ വെറുതെ അങ്ങ് പരാതിപ്പെടുക മാത്രമായിരുന്നില്ല, കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി തന്നെയാണ് ബ്രദർ മാത്യു ആൽവിനെതിരായിട്ടുള്ള പരാതി ഉന്നയിച്ചത്. ഇതിൽ അദ്ദേഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുണ്ടായിരുന്നു. ലൈംഗിക ചേഷ്ട കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളായിരുന്നു പരാതിയോടൊപ്പം പരാതിക്കാരി നൽകിയിരുന്നത്. അതിനുശേഷം മാത്യു ആൽവിന്റേതായി പറയപ്പെടുന്ന ഒരു ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിരുന്നുവെങ്കിലും പക്ഷെ അതിന്റെ ആധികാരികത ഉറപ്പിക്കുവാൻ സാധിക്കാത്തതിനാൽ തന്നെ ആ കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം നടത്താൻ സാധിക്കില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആധികാരികമായി തന്നെ ആ വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതാണെന്ന് വ്യക്തമായിട്ടുള്ളതാണ്. അതിനിടയിലാണ് ഇന്ന് മാത്യു ആൽവിന് എതിരായിട്ടുള്ള നടപടി കടുപ്പിച്ചിരിക്കുന്നത്. പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പുന്നപ്ര പോലീസ് പ്രദേശം നമുക്കറിയാവുന്നതാണ്. ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു ഗുണ്ട ചരിത്രം അല്ലെങ്കിൽ ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പഴയ അക്രമ ജീവിതം എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആത്മീയ പാതയിലൂടെ നിരവധിയായിട്ടുള്ള അശരണരായിട്ടുള്ള മനുഷ്യർക്ക് അന്നദാനമടക്കമുള്ള അവർക്ക് താമസിക്കുവാനുള്ള ഇടമൊരുക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അല്പം കടന്നുപോയ ഒരു കാര്യമായി. പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട് അങ്ങേയറ്റം ലൈംഗിക ചേഷ്ടയോട് കൂടിയുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി ആ സ്ത്രീയെ നിർബന്ധിക്കുകയും 1 ലക്ഷം രൂപയോളം വാഗ്ദാനം ചെയ്തുവെന്നാണ് സ്ത്രീയുടെ പരാതിയിൽ പറയുന്നത് പോലും. ഏതായാലും നിലവിൽ ഈ ഒരു കേസിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. അരുണ്യ. ശരി, അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.